എം ടെക്കിന്റെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒരു ചാനൽ പരിചയപ്പെടുത്താൻ പോണെയാണ്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എം ടിപ്സ് ആൻഡ് ട്രിക്സ് എന്നാണ് ചാനലിന്റെ പേര്. അടിപൊളി ചാനലാണ്. നിങ്ങൾക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബറിന്റെ ചാനലാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി ഒന്ന് നോക്കാം. അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി ആയിട്ടാണ്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിനി മോട്ടർ വെച്ച് നമ്മുടെ തീപ്പെട്ടിക്കോളി കത്തിക്കുന്നതാണ്. നമ്മൾ വെറുതെ ഒരു ഫൺ ട്രിക്ക് ആയിട്ട് ചെയ്തു നോക്കുന്നതാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അതിന് മുമ്പായിട്ടാണ് ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്ത് താഴെക്കിടക്കുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിന്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാണ് ഞാൻ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ഇത് ഉണ്ടാക്കാനായിട്ട് ഇതുപോലത്തെ 2 കുപ്പികൾ വേണം. ഒരേ ടൈപ്പ് കുപ്പികളാണ് എടുത്തേക്കുന്നത്. ഇതുപോലത്തെ ഇനി നമുക്ക് ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് നമ്മുടെ കുപ്പിയുടെ ക്യാപ്പിന്റെ ഭാഗത്തായിട്ട് ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുക. മുമ്പിലായിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് മുറിച്ചെടുക്കാം. അപ്പൊ നമ്മൾ ഒരു കുപ്പിയുടെ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേതും കൂടെ മുറിച്ചെടുക്കാനുണ്ട്. നമ്മൾ മറ്റേ ചെയ്ത പോലെ തന്നെ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് ഇതുപോലെ വെച്ച് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ 2 കുപ്പിയൊന്നും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ് പേപ്പറിൽ വെച്ച് നന്നായിട്ട് ഉരച്ചു കൊടുക്കാം. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്സോ ബ്ലേഡ് വെച്ച് മുറിച്ചപ്പോൾ ചെറിയ വശങ്ങളൊക്കെ ചെറുതായിട്ട് കയറി ഇറങ്ങിയൊക്കെ പോയിട്ടുണ്ട്. അതൊന്ന് കൃത്യം ലെവലാക്കി എടുക്കാനായിട്ടാണ് നമ്മൾ സാൻഡ് പേപ്പർ വെച്ച് ഉരച്ചു കൊടുക്കുന്നത്. അതുപോലെ നമുക്ക് രണ്ടും നന്നായിട്ട് ഉരച്ചെടുക്കണം. കൃത്യം അളവിലാക്കി കൊടുക്കണം. നമുക്ക് ആ കുപ്പിയുടെ മുടിയുടെ ഭാഗം എടുത്തുകൊണ്ട് ഇതുപോലെ ചുറ്റിനും ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ മറ്റേ ഭാഗം എടുത്ത് ഒട്ടിച്ചു കൊടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ വിട്ടുപോകാത്ത രീതിയിൽ കൊണ്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു ബാറ്ററിയിലേക്ക് സ്വിച്ചിൻ്റെ ഒരു വയർ നമ്മൾ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ആ സ്വിച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ബാറ്ററിയുമ്പോൾ തന്നെ ഇതുപോലെ കൊണ്ട് ഒട്ടിച്ചെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററിയിൽ കുറച്ചും കൂടി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു മോട്ടർ ഒട്ടിച്ചെടുക്കാം. മോട്ടറിൻ്റെ ഒരു ഭാഗത്ത് നമ്മളൊരു വയർ സോൾട്ട് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് നേരത്തെ എടുത്ത് വെച്ചാൽ മൂടിയിലേക്ക് ഇതുപോലെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ബാറ്ററിയുമായിട്ട് ഇതുപോലെ വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. കൃത്യം സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാം ഒട്ടിച്ച് ഇനി നമുക്ക് ആ സ്വിച്ചും നമ്മുടെ മിനി മോട്ടറും ബാറ്ററിയൊക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്തെടുക്കാനുണ്ട്. ഇതുപോലെ നമ്മൾ വെച്ച് കണക്ട് ചെയ്യാൻ പോണെയാണ്. നമുക്കൊന്ന് സോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളതൊക്കെ സോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു കുപ്പിയുടെ മൂടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ തന്നെ ആയിട്ടൊരു ഹോൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു തീപ്പെട്ടി ആവശ്യമുണ്ട്. അതിന് നമുക്ക് ഈ ഭാഗത്തുള്ള സൈഡിലുള്ള നമ്മുടെ ഈ ഉരയ്ക്കണ വശമാണ് നമുക്ക് ആവശ്യം. അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്കൊരു കത്രിക ഉപയോഗിച്ച് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 2 എണ്ണം കട്ട് ചെയ്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ നേരത്തെ എടുത്ത് വെച്ച മൂടിയിൽ ഇതുപോലെ ചുറ്റിനും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ തീപ്പെട്ടിയുടെ വരയ്ക്കണ വശം ഇതുപോലെ വെച്ചങ്ങോട്ട് നന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ അപ്പുറത്തെ വശത്തും ഇതുപോലെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മറ്റേ പീസും കൂടെയും ഇതിലേക്ക് കൃത്യം അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ മൊത്തത്തിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുപ്പിയുടെ മൂടി നമ്മുടെ മോട്ടറിലേക്ക് ഇതുപോലെ അങ്ങോട്ട് കയറ്റി കൊടുക്കാം. നല്ല കൃത്യത്തിന് ഇരിക്കേണ്ട. ഇപ്പോൾ അതേ കണ്ട. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചാൽ തീപ്പെട്ടിയുടെ ഉള്ളിലുണ്ടായ കൊള്ളികളാണിത്. നമുക്ക് ഇത് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇതുപോലെ അങ്ങോട്ട് എടുത്തിട്ട് അതിലേക്ക് അങ്ങോട്ട് കയറ്റി കൊടുക്കാം. നമ്മുടെ മേക്കിംഗ് പ്രൊസീജിയർ മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തോന്നുന്നു ടെസ്റ്റ് ചെയ്ത് നോക്കാനും കൂടെ ഉണ്ട്. നമുക്ക് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ട് കറങ്ങേണ്ടത് നൈസായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊരു തീപ്പെട്ടിക്കൊള്ളി എടുക്കാം. ഇത് തുറന്നിട്ട് എടുക്കാം. ഇതൊന്ന് വച്ചെടുക്കാം. കത്തുണ്ട്. വച്ചെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് കത്തുണ്ട്. ഇപ്പം നമ്മുടെ തീപ്പെട്ടിക്കൊള്ളി വച്ചെടുക്കുമ്പോൾ തന്നെ നൈസായിട്ട് കത്തിപ്പോണ്ട്. കണ്ട സിമ്പിളായിട്ട് കത്തിപ്പോണ്ട്.
അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇത് നമ്മൾ വെറുതെ ഒരു രസത്തിന് വേണ്ടി ചെയ്ത് നോക്കിയതാണ്, അല്ല ഉപയോഗിക്കാൻ വേണ്ടി ചെയ്തോന്നല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് സാധാ തീപ്പെട്ടി കൊണ്ട് തന്നെ ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ നമ്മൾ വെറുതെ ഒരു രസത്തിന് വേണ്ടി ചെയ്താണ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ മറക്കാതെ പോയി കമന്റ് ചെയ്യുക. അപ്പൊ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തേ, ഈ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിന്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്നാ പിന്നെ ബൈ.